ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചറിന്റെ ആറാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയ ഈവ് ലൈൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി നമ്മൾ നോക്കാൻ പോകുന്നു കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ജെയിംസ് ജോയ്സ് ആണ് ഈവ് ലൈൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ജെയിംസ് ജോയ്സ് എന്ന വ്യക്തിയെ കുറിച്ച് പറയാതെ ഒരിക്കലും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പൂർണ്ണമാകില്ല എന്ന സത്യം ആദ്യം തന്നെ ഞാൻ ബോധിപ്പിക്കട്ടെ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഈവ് ലൈൻ എന്ന് പറഞ്ഞ സ്റ്റോറി ആക്ച്വലി ഡംബ്ലൈനേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ മൂന്നാമത്തെ സ്റ്റോറിയാണ് ഏത്, ഈവ് ലൈൻ. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈവ് ലൈൻ എന്ന് പറഞ്ഞ സ്റ്റോറിന്റെ സ്ട്രക്ചറുകളും അതിന്റെ പോയറ്റിക് ഡിവൈസസും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം തന്നെ അവൾ ഷീ സാറ്റ് ബൈ ദി വിൻഡോ. അവൾ എന്ത് ചെയ്യുകയാണ്? ജനലിന്റെ അടുത്തേട്ട് ഇരിക്കുകയാണ്. എപ്പോഴാണ് ഇരിക്കുന്നത്? വൈകുന്നേര സമയങ്ങളിൽ പുറത്തോട്ട് നോക്കിക്കൊണ്ട് അവൾ ജനലിന്റെ അരികിൽ ചാഞ്ഞിരിക്കുകയാണ്. അവൾ അവളുടെ തല എന്ത് ചെയ്തു? ജനലിനോട് ചാരി വെച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കിയാണ്. മനസ്സിലായല്ലോ? മാത്രമല്ല അവൾ എന്താണ്? വളരെ ക്ഷീണിതയാണ്. അതേപോലെ തന്നെ അവൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അവളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അവളുടെ അരികത്ത് കൂടെ പാസ് ചെയ്യുന്നത് അവൾ കണ്ടു. അതിൽ ഒരാളിനെ അവൾ ശ്രദ്ധിച്ചു. അയാള് ഇവളുടെ വീടിന്റെ അടുത്തൂടെയാണ് എന്ത് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നത്. മാത്രമല്ല അയാളുടെ നടത്തത്തിൽ ഇവൾ എന്ത് ചെയ്തു? ഒരുപാട് ഡിഫറെന്റ് സൗണ്ട്സുകൾ അല്ലെ, ഇയാൾ നടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ശബ്ദങ്ങൾ ഇവൾ കേൾക്കാൻ തുടങ്ങി. മനസ്സിലായല്ലോ? ഇതിനെ തുടർന്ന് തന്നെ അവൾ എന്ത് ചെയ്യുകയാണ്? അവള് ഓരോ ചിന്തകളിലേക്ക് അവൾ മുഴുകി പോവുകയാണ്. ഓക്കെ, എന്താണ് ആ ചിന്തന എന്നാണ് നമ്മൾ നോക്കാം. ലോങ് എഗോ, ഓക്കെ, വളരെ കാലം മുമ്പ് ഇപ്പോൾ ഈ വീട് കെട്ടിയിരിക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ എന്തായിരുന്നത്രേ? പാടമായിരുന്നത്രേ, ഫീൽഡ് ആയിരുന്നത്രേ. ഇപ്പോഴാണ് വീടുകൾ വന്നത്. അതും എങ്ങനെ? നമ്മളുടേത് പോലുള്ള സാധാരണപ്പെട്ട ഒരു വീടൊന്നല്ല, ഷൈനിങ് ടവറുകളൊക്കെയുള്ള വലിയ വമ്പൻ ലക്ഷറി ആയിട്ടുള്ള വീടാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിനു മുൻപ് ഇവിടെ എന്തായിരുന്നു അത്രേ? ഒരു പാടമായിരുന്നു അത്രേ. ആ പാടത്തിൽ ഇവളും ഇവളുടെ ഫ്രണ്ട്സും ഇവളുടെ ഫ്രണ്ട്സും എല്ലാവരും തന്നെ കളിക്കാൻ പോകുമായിരുന്നു അത്രേ. എന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത്രേ ഇവളുടെ അച്ഛൻ വരുന്നത്. ഒരു സ്റ്റിക്ക് എടുത്തിട്ട് എല്ലാവരെയും ഓട്ടിക്കാനായിട്ട് പാടത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പിള്ളേരെയും ഓട്ടിക്കാനായിട്ട് ആര് വരും അത്രേ? ഫാദർ ഇവളുടെ അച്ഛൻ വരും അത്രേ. അത് കണ്ട് പിള്ളേരൊക്കെ വടി കണ്ട് പേടിച്ചിട്ട് പിള്ളേരൊക്കെ അവരുടെ വീട്ടിലേക്ക് ഓടിപ്പോകുമായിരുന്നത്ര. ഇതൊക്കെ അവൾ ഓർത്തെടുക്കുകയാണ്. ഇവളുടെ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അല്ലെ, ഇവളും ഇവളുടെ ഫ്രണ്ട്സും. ആ ഫ്രണ്ട്സിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം. ഡിവൈൻസ്, അതേപോലെ തന്നെ വാട്ടർ, മാത്രമല്ല ഡൺസ് ആസ് വെൽ ആസ് ലിറ്റിൽ കോ. അതേപോലെ തന്നെ ഈ കോ എന്ന് പറഞ്ഞ സുഹൃത്ത് എന്താണ്? ഡിസബിലിറ്റി ലെഗ് അല്ലെ, കാലിന് ശേഷി കുറവുള്ള ഒരു ഭിന്നശേഷിക്കാരനായിരുന്നു. ഇവരൊക്കെ ആയിരുന്നു ആര്? ആ കൂട്ടത്തിൽ അല്ലെ. മാത്രമല്ല ഏർണസ്റ്റ്, അവളുടെ ബ്രദറായ ഏർണസ്റ്റ്, ഇവരൊക്കെ ആയിരുന്നു ആ ഒരു ഗ്യാങ് അഥവാ ആ ഒരു പാടത്തില് കളിക്കാനായിട്ട് പോവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഈ ഓരോ കാര്യങ്ങളും കൂടെ ജനലിൽ തലചാരി വെച്ച് ഇവളിത് ആലോചിക്കുകയാണ്. എന്നിരുന്നാൽ കൂടി എന്തായിരുന്നു അത്രേ? ഭയങ്കര സന്തോഷവതിയായിരുന്നു അത്ര ഇവർ അല്ലെ. അതായത് ഇപ്പൊ അച്ഛൻ ഇങ്ങനെ ഫീൽഡിൽ കളിക്കുമായിരുന്നു അത്രേ, അച്ഛൻ വടിയെടുത്ത് ഓട്ടിക്കും. എന്നിരുന്നാലും ആ സമയങ്ങളിൽ ഇവൾ വളരെ സന്തുഷ്ടിയായിരുന്നു അത്രേ അല്ലെ. ഓക്കെ, മാത്രമല്ല ഇവളുടെ അച്ഛൻ എന്തല്ല ഒട്ടും മോശക്കാരനല്ല. മാത്രമല്ല ഇവളുടെ അമ്മ ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല? മരണപ്പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതെല്ലാം എപ്പോഴാണ്? ഒരുപാട് കാലം മുൻപാണ്. ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു. എന്താണ്? അതായത് അവളുടെ ബ്രദറും അവളുടെ അനുജന്മാരും
അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് അഞ്ചത്തിമാരൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു, വളർന്നു വലുതായിരിക്കുന്നു. മാത്രമല്ല അവളുടെ അമ്മ എന്ത് ചെയ്തിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ടിസി ഡം, അല്ലെ ഞാൻ പറഞ്ഞല്ലോ ഡം അവളുടെ സുഹൃത്തിൽ ഒരാളാണ്, അവരും എന്ത് ചെയ്തിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല വാട്ടർ, അല്ലെ അവളുടെ സുഹൃത്തുക്കളുടെ ലിസ്റ്റിൽ ഒരാൾ, വാട്ടർ കുടുംബം തിരിച്ച് ഇംഗ്ലണ്ടിലോട്ട് തന്നെ മാറി കുടിയേറി പാർത്തിരിക്കുന്നു. അങ്ങനെ എല്ലാം മാറിപ്പോയത് ഇവൾ എന്ത് ചെയ്യുകയാണ്, ഓർക്കുകയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇവൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്, പുറത്തോട്ട് പോകാൻ തീരുമാനിക്കും, ഗോ അവേ. ഇവൾ എന്ത് ചെയ്യാണ്, ദൂരെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഓക്കെ, അവളും എന്ത് ചെയ്യാണ്, ഇവരെയൊക്കെ പോലെ തന്നെ അവളുടെ വീട് വിട്ട് പുറത്തോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 1 മുതൽ 2 സ്റ്റാൻസ വരെ അഥവാ പാരഗ്രാഫ്, ഓക്കെ 1 മുതൽ 2ാമത്തെ പാരഗ്രാഫ് വരെ ഈ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഈ കഥയിലെ 3ാമത്തെയും അതേപോലെ തന്നെ 4ാമത്തെ സ്റ്റാൻസ അഥവാ പാരഗ്രാഫ് തുടർന്നു പോകുന്നത്. ഇതിനുശേഷം അവൾ പതിയെ എന്ത് ചെയ്യുകയാണ്, അവൾ അവളുടെ വീടിനെ കുറിച്ച് ഓർക്കുകയാണ്. അതായത് അവൾ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അവളുടെ റൂം അവൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വൃത്തിയാക്കുന്ന, അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കി വരുന്ന അവളുടെ റൂമിനെ കുറിച്ച് ആലോചിക്കുകയാണ്. മാത്രമല്ല അവൾ എപ്പോഴും ആലോചിക്കുമായിരുന്നു, ഇത്രയും പൊടി ഇത് എവിടെ നിന്നാണ് വന്നത് എന്നവൾ എപ്പോഴും ആലോചിക്കുമായിരുന്നു. മാത്രമല്ല അവളുടെ റൂമിലെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പഴയ ഓൾഡ് ഫോട്ടോഗ്രാഫ് അവൾ ശ്രദ്ധിക്കുകയാണ്. അത് ആരുടെ ഫോട്ടോഗ്രാഫ് ആയിരുന്നു, ഒരു പ്രീസ്റ്റിന്റെ ഫോട്ടോഗ്രാഫ് ആയിരുന്നു. ആ പ്രീസ്റ്റ് ആരാണ്, ഇവളുടെ അച്ഛന്റെ ഒരു സുഹൃത്തായിരുന്നു ഈ പ്രീസ്റ്റ്. മനസ്സിലായല്ലോ. അവൾ പിന്നെ ഓർക്കുകയാണ്, പണ്ട് മുതലേ ഈ ചിത്രം ഈ ചുമരിൽ തൂങ്ങുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും ഈ പ്രീസ്റ്റിന്റെ പേര് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നവൾ ഓർക്കുകയാണ്. എന്തൊരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ ഈവൻ ഇത് വായിച്ചു കഴിയുന്ന ആർക്കായാലും നമുക്കൊരു ഇമോഷണൽ ടച്ച് തീർച്ചയായും തോന്നും. അപ്പോൾ ബാക്ക് ടു ദി സ്റ്റോറി, അവൾ അങ്ങനെ കാണുകയാണ്, ആ വാളിൽ ചുമരിൽ തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പഴയ അവളുടെ അച്ഛന്റെ ഫ്രണ്ടിന്റെ ആ ഒരു പഴയ ഫോട്ടോ അവൾ നോക്കുകയാണ്. അതൊരു പ്രീസ്റ്റിന്റെ ആയിരുന്നു, അല്ലെ. അങ്ങനെ അവൾ ഓർക്കുന്നു, ഈ പ്രീസ്റ്റിന്റെ പേര് ഇത്രയും കാലമായിട്ട് കൂടി ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഹെർ ഫാദർ വുഡ് ഓഫൻഡ്, അല്ലെ, അതായത് ഇവളുടെ അച്ഛൻ ഇവളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഓരോ വിസിറ്റേഴ്സിനോടും വളരെ അഭിമാനത്തോടു കൂടി പറയുമായിരുന്നത്ര, ഈ പ്രീസ്റ്റ് ഇപ്പോൾ മെൽബോണിലാണ് ഉള്ളത്. എവിടെയാണ് ഈ പ്രീസ്റ്റ്, എന്റെ സുഹൃത്താണ്, ഇദ്ദേഹം ഇപ്പോ മെൽബോണിലാണ് ഉള്ളത് എന്ന് വളരെ അഭിമാനമായിട്ട് ഈ വരുന്ന വിസിറ്റേഴ്സിനോടൊക്കെ ഇവളുടെ അച്ഛൻ പറയുമായിരുന്നത്രേ. മാത്രമല്ല അങ്ങനെ പതിയെ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അവൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ എന്റെ വീട് വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കണമോ? വാസ് ദാറ്റ് വൈസ്? ഇതാണോ നീതി? ഇത് നീതിപരമായ ഒരു തീരുമാനമാണോ? അങ്ങനെ അവൾ ആ ചോദ്യത്തിന്റെ 2 വശവും വളരെ ഇരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്, ചിന്തിക്കുകയാണ്. പിന്നെ അവൾ പറയാണ്, ഞാൻ എന്താണ് ഒരു ഫൂളാണ്, ഒരു വിഡ്ഢിയാണോ ഞാൻ? ഓക്കെ, എന്താണ്, ഒരു വിഡ്ഢിയാണോ ഞാൻ? ഇത്രയും കൊല്ലമായി എൻ്റെ വീടും അതേപോലെ തന്നെ എനിക്കറിയാവുന്ന ആൾക്കാർ, അല്ലെ, എൻ്റെ ചുറ്റുവട്ടത്തുള്ള എനിക്കറിയാവുന്ന ആൾക്കാരെയൊക്കെ വിട്ടിട്ട് ഞാൻ പോകണമെങ്കിൽ ഞാൻ ഒരു വിഡ്ഢി ആണോ എന്ന് അവൾ ചെയ്യുകയാണ്. മാത്രമല്ല ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് അവൾ അവളുടെ വീട്ടിലും അതേപോലെ തന്നെ ബിസിനസ്സിലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നുവെങ്കിലും ഇവരെല്ലാം അവൾക്ക് എന്തായിരുന്നു, പ്രിയപ്പെട്ടതായിരുന്നു. അങ്ങനെ പതിയെ അവൾ എന്ത് ചെയ്യുകയാണ്, അവൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കുക, ഞാൻ അങ്ങനെ വിട്ടു പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ എന്നെ വിഡ്ഢി എന്ന് പേര് വിളിക്കും. മാത്രമല്ല അതിനുശേഷം അവൾ ഇമാജിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവളുടെ ബോസ് ആരാണ്, മിസ് ഗവാൻ എന്ന് പറഞ്ഞ അവളുടെ ബോസിനെ കുറിച്ച് അവൾ ചിന്തിക്കുകയാണ്. ഞാൻ എങ്ങാനും ഇതുപോലെ വിട്ടുപോയാൽ എൻ്റെ ബോസിന് എന്താകും, സന്തോഷമാകും. കാരണം എപ്പോഴും ഈ ബോസ് എന്ത് ചെയ്യും, ഇവളെ ശകാരിച്ചു കൊണ്ടിരിക്കും. എത്തരത്തിലാണ്, മിസ് ഹിൽ, ഡോണ്ട് യു സീ ദീസ് ലേഡീസ് ആർ വെയിറ്റിംഗ്. അതായത് മിസ് ഹിൽ, നിങ്ങൾ കണ്ടില്ലേ, ഈ ലേഡീസ് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നേരെ നോക്കി ചെയ്യൂ, അങ്ങനെയൊക്കെ എപ്പോഴും ശകാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു ഇവളുടെ ബോസ് അഥവാ മിസ് ഗവാൻ ഇവളെ. മനസ്സിലായല്ലോ. അങ്ങനെ അവരുടെ ആ ശകാരം കേട്ട് ഒരുപാട് കരഞ്ഞ ദിവസങ്ങൾ കൂടി ഇവൾ എന്ത് ചെയ്യുകയാണ്, ഓർക്കുകയാണ്. ഇത്തരത്തിൽ ഭയങ്കര ഇമോഷണൽ സെന്റിമെന്റൽ ആയിട്ടുള്ള ഈ സീനാണ് നമുക്ക് 3ാമത്തെയും 4ാമത്തെയും പാരഗ്രാഫിലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിനെ തുടർന്ന് തന്നെ വരുന്നതാണ് 5ാമത്തെയും 6ാമത്തെയും പാരഗ്രാഫ്.
ഇനി ഈ പാരഗ്രാഫിൽ എന്താണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. അവൾ ചിന്തിക്കുകയാണ് എന്ത്, അവളുടെ പുതിയ വീട് ഒരുപാട് ദൂരെയാണ്, അവൾക്ക് അറിയാത്ത ഒരു രാജ്യത്തിലാണ് ഇപ്പോൾ അവൾ താമസിക്കാൻ പോകുന്നത്. അവിടെ ആളുകൾ എങ്ങനെയാകും അവളെ ട്രീറ്റ് ചെയ്യുക, ഈവിളായി. ഇപ്പോഴാണ് ഈ ഒരു കഥാപാത്രത്തിന്റെ പേര് നമ്മൾ അറിയുന്നത്. എന്താണ്? ഈവിളായി. ഓക്കെ, സോ ഈവിളായി. സോ ആ രാജ്യത്തിലുള്ള ആൾക്കാർ അവളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് അവൾക്ക് ഒരു ഐഡിയയും ഇല്ല. മാത്രമല്ല അവൾ എന്ത് ചെയ്യാനും പോവുകയാണ്, അവൾ വിവാഹിതയാവാൻ പോവുകയാണല്ലോ. ഓക്കെ, സോ അങ്ങനെ അവിടെ ആളുകൾ എത്തരത്തിലാണ് അവളെ ട്രീറ്റ് ചെയ്യുക എന്നും അറിയില്ല. മാത്രമല്ല അവൾക്ക് തീർച്ചയായിട്ടും അറിയാം അവളുടെ അമ്മ അവളെ നോക്കിയതുപോലെ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തതുപോലെ ബാക്കി ആരും തന്നെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും അവൾ തിരിച്ചറിയുന്നു. കാരണം അവൾ വെറും 19 വയസ്സ് മാത്രമാണ് അവളുടെ പ്രായം. മാത്രമല്ല അവളുടെ ജീവിതം എന്ന് പറഞ്ഞ ഇത്രയും കാലം എങ്ങനെയായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരുന്നു ഈവ്ലൈൻ ജീവിച്ചു പോകുന്നത്. കാരണം അവൾ ചെറുപ്പം മുതലേ ആയിരുന്നപ്പോൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ ഇവളുടെ അച്ഛൻ ഇവളുടെ ബ്രദേഴ്സിന്റെ അടുത്ത് ഹാർഷ് ആകുന്നുവെങ്കിൽ അല്ലെങ്കിൽ അത്രയ്ക്കൊന്നും ഈവ്ലൈനോട് ഹാർഷ് ആകുമായിരുന്നില്ല. എന്നാൽ തുടരെ അവൾ വളർന്നു വരുന്നതിനനുസരിച്ച് ഇവളുടെ അച്ഛൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എങ്ങനെ? ഫിസിക്കൽ വയലൻസ്, അല്ലെ? ഫിസിക്കൽ വയലൻസിലൂടെ അവളുടെ അച്ഛൻ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഓക്കെ, കാരണം പിന്നെന്താണ്, ഇപ്പോൾ നിലവിൽ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പോൾ ആരുമില്ല. ഓക്കെ, അവരുടെ ബ്രദേഴ്സായ ഇവൾക്ക് 2 ബ്രദേഴ്സ് ആണുള്ളത്, ഹാരിയും അതേപോലെ തന്നെ ഏണസ്റ്റും. ഹാരി എന്ത് ചെയ്തു പോയി, മരണപ്പെട്ടു പോയി. ഏണസ്റ്റ് ആണെങ്കിലോ ചർച്ച് ഡെക്കറേഷൻ ബിസിനസ്സിലുമായിട്ട് എന്താണ് ബിസി ആയിട്ടാണ് ഏണസ്റ്റ്. ഇപ്പോൾ നിലവിൽ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെയായിട്ട് ആരുമില്ല. മനസ്സിലായല്ലോ? ഇതിനൊക്കെ ഉപരി എന്ന് പറയുന്നത് എപ്പോഴും ഇവളുടെ വീട്ടിൽ എന്ത് സംഭവിക്കുമായിരുന്നത്രേ, ശനിയാഴ്ച രാത്രികളിൽ വലിയൊരു യുദ്ധം അല്ലെങ്കിൽ വലിയൊരു അടിപിടി തന്നെ നടക്കുമായിരുന്നത്രേ. അവൾ അതുകൊണ്ട് മതിയായിരിക്കുകയാണ്, ആര്? ഈവ്ലൈൻ. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു ദിവസമാണ് ഈ ഒരു ആഴ്ചത്തെ എല്ലാ വരുമാനവും എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. എത്രയാണ് അവളുടെ വരുമാനം? 7 ഷില്ലിംഗ് ആണ്. എത്രയാണ്? കേവലം 7 ഷില്ലിംഗ് ആണ് ഇവൾക്ക് ഒരാഴ്ച പണിയെടുത്താൽ കിട്ടുന്നത്. അല്ലെ? വെറും ഒരു 19 വയസ്സുകാരി കുട്ടിയാണ്, അല്ലെ? അത് അവളുടെ ജീവിതത്തെ ഇവിടെ എന്ത് ചെയ്യുകയാണ്, ഇവിടെ കാണിക്കുകയാണ്, അല്ലെ? അതായത് അവൾക്ക് കിട്ടുന്നത് വെറും 7 ഷില്ലിംഗ് ആണ്. ആ ഷില്ലിംഗ് അതേപോലെ തന്നെ ഹാരിയും എന്ത് ചെയ്യും, പണിയെടുത്തുകൊണ്ട് കുറച്ച് പൈസ കൊണ്ടുവരുമായിരുന്നു. എന്തിന്? ഫോർ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, അല്ലെ? വീട്ടു ചെലവിന് വേണ്ടിയിട്ട്. പക്ഷെ എന്ത് ചെയ്യും, ഈ പൈസ വാങ്ങിയ അച്ഛൻ എന്ത് ചെയ്യും, അത്ര പെട്ടെന്നൊന്നും എന്ത് ചെയ്യത്തില്ല, വല്ലാണ്ട് അങ്ങനെ എടുത്ത് ചെലവ് ചെയ്യത്തില്ല, ആവശ്യത്തിന് മാത്രമേ കൊടുക്കുമായിരുന്നുള്ളൂ. എന്നിട്ട് പെട്ടെന്ന് ആ രാത്രി ഈവ്ലൈൻ എന്ത് ചെയ്യേണ്ടി വരും അത്രയാ, വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഓടേണ്ടി വരുമായിരുന്നത്ര, അല്ലേ? ഭയങ്കര അവളുടെ എന്താണ് പേഴ്സ് ടൈറ്റ്ലി ആയിട്ടുള്ള ബ്ലാക്ക് ലെതർ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, റഷ് ചെയ്തിട്ട് വേണം ഹൗസ് ഹോൾഡ് സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം അതെല്ലാം തൂക്കിപ്പിടിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും എന്താകും, ഒരുപാട് സമയമാകും അത്രേ. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇവളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, അതായത് ആക്ച്വലി ഇവളുടെ അമ്മ മരിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഈവ്ലൈൻ തന്റെ അനുജന്മാരെ നോക്കിയതെന്ന് ആരാണ്, ഈവ്ലൈൻ ആണ്. തന്നെ അനുജന്മാരെ കെയർ ചെയ്തതും അതേപോലെ തന്നെ അവരുടെ സ്കൂളുകൾ, മുടങ്ങാതെ സ്കൂളുകളിൽ പോകണം, അല്ലെ? അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് വെറും ഈ ഒരു 19 വയസ്സുകാരി കുട്ടിയായിരുന്നു. അവളുടെ ചെറുപ്പത്തിലെ കഥകളാണ് ഇതൊക്കെ. ഇത്തരത്തിൽ എല്ലാ റെസ്പോൺസിബിലിറ്റിയും തന്റെ അനുജന്മാരെ ഫീഡ് ചെയ്യണം, അല്ലെ? ഭക്ഷണം കൊടുക്കണം, അതേപോലെ തന്നെ എല്ലാം കെയറും എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ഇവൾ വളർത്തിക്കൊണ്ട് വന്നു. ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റുകൊണ്ടായിരുന്നു ഈവ്ലൈൻ എന്ന് പറഞ്ഞ 19 വയസ്സുകാരി ജീവിച്ചു വന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാരഗ്രാഫ്, അതായത് 5 മുതൽ 6 വരെയുള്ള പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല പക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കുകയാണ്, അതായത് ഇതൊക്കെ കഴിഞ്ഞു പോയ കാലമാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഇതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അവൾ എത്തുകയാണ്. ഇതിലൂടെ തന്നെ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈവ്ലൈനിന്റെ ജീവിത സാഹചര്യം, ഏതൊക്കെ സാഹചര്യത്തിലൂടെയായിരുന്നു അവൾ വളർന്നു വന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിനെ തുടർന്ന് തന്നെ വരികയാണ് 7-ാമത്തെയും 8-ാമത്തെയും പാരഗ്രാഫുകൾ. നിലവിൽ ഇപ്പോൾ അവൾ എന്തിനൊരുങ്ങുകയാണ്, ഫ്രാങ്ക് എന്ന ഒരു പുരുഷനുമായിട്ട് അവൾ ജീവിതം തുടരാൻ ആരംഭിക്കണം. അതായത്
ജീവിതത്തെ എക്സ്പ്ലോർ ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഫ്രാങ്ക് എന്ന അദ്ദേഹം വളരെ കൈൻഡ് ആണ്, അതേപോലെ തന്നെ മാൻലി, മാത്രമല്ല എന്താണ് കുറെ കൂടി ഓപ്പൺ ഹാർട്ടഡ് ആയ ഒരു വ്യക്തിയാണ്. അവൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്താണ്, ഫ്രാങ്കിന്റെ ഒപ്പം പുറത്തു പോയിട്ട്, അതായത് നൈറ്റ് ബോട്ട്, രാത്രിയിലുള്ള ബോട്ട് വഴി ഫ്രാങ്കിന്റെ ഒപ്പം പുറത്തു പോയി അവന്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണ് ഇപ്പോൾ ഈവ്ലൈൻ തീരുമാനിച്ചിരിക്കുന്നത്. അവർ ജീവിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ബിനിയോസ് ഐറസ്, അവിടെ ഇവന് സ്വന്തമായിട്ട് ഫ്രാങ്കിന് സ്വന്തമായ ഒരു വീടുണ്ട്, അവിടെ താമസിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇവൾ താൻ ആദ്യമായിട്ട് ഫ്രാങ്കിനെ കാണുന്ന സാഹചര്യം ഓർക്കുന്നത്. നോക്കാം, ഒരു വീടിന്റെ ലോഡ്ജർ ആയിട്ടായിരുന്നു ആദ്യമായിട്ട് നമ്മുടെ ഫ്രാങ്കിനെ ഈവ്ലൈൻ കാണുന്നത്. മാത്രമല്ല മെയിൻ റോഡിൽ എപ്പോഴും ഈവ്ലൈൻ ഫ്രാങ്കിനെ വിസിറ്റ് ചെയ്യുമായിരുന്നു. മാത്രമല്ല അവൻ എപ്പോഴും ഗേറ്റിന്റെ മുൻപിൽ വന്ന് നിൽക്കുമായിരുന്നു, വിത്ത് എ പീ ക്യാപ്പ്, ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് നിൽക്കുമായിരുന്നു. അവന്റെ മുടിയൊക്കെ ഇങ്ങനെ മുമ്പത്തേക്ക് വീഴുമായിരുന്നു. ഏതൊക്കെ തരത്തിലാണ് ഫ്രാങ്കിനെ ഇവിടെ വിശദീകരിക്കുന്നത്, ക്യാരക്ടറൈസ് ചെയ്യുന്നതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ ഇത്തരത്തിൽ മുടിയൊക്കെ വീഴുന്നത് ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഈവ്ലൈന് ആരെ കാണുന്നത്, നമ്മുടെ ഫ്രാങ്കിനെ കാണുന്നത്. അതായത് ഇവർ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, അവർ പതിയെ സംസാരിക്കാൻ തുടങ്ങി, അങ്ങനെ പരസ്പരം പരിചയപ്പെടാൻ തുടങ്ങി. മാത്രമല്ല സ്റ്റോർസിന് പുറത്ത് വെച്ചിട്ടും ഫ്രാങ്ക് ഈവ്ലൈനെ മീറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് വാക്ക് ഹെർ ഹോം, അവളെ വീട്ടിലാക്കാനും ഒക്കെ ഫ്രാങ്ക് ആരംഭിച്ചു. മാത്രമല്ല ബൊഹീമിയൻ ഗേൾ എന്ന് പറഞ്ഞ ഒരു പ്ലേ കാണാനായിട്ട് ഇവളെയും കൂട്ടി തിയേറ്ററിൽ പോകുമായിരുന്നു ഫ്രാങ്ക്. ഈവ്ലൈന് ഇത്തരത്തിലുള്ള ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യുന്നതൊക്കെ ഈവ്ലൈന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. മനസ്സിലായല്ലോ? മാത്രമല്ല നോക്കാം, അവൾക്ക് വളരെ സന്തോഷമേറിയ ഒരു കാര്യമായിരുന്നു ഇത്. മാത്രമല്ല ഇദ്ദേഹം എന്താണ് ആക്ച്വലി മ്യൂസിക്കുമായിട്ടും അതേപോലെ തന്നെ ചെറിയ രീതിക്കൊക്കെ പാടുന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല ഇത് രണ്ടുപേരും റിലേഷൻഷിപ്പിലാണ് എന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാമായിരുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? എപ്പോഴും ഇവൻ എന്ത് ചെയ്യും, ഫ്രാങ്ക് എന്ത് ചെയ്യുമായിരുന്നത്രേ, ഒരു സെയിലറിന്റെ പ്രണയത്തെ കുറിച്ച് പാടുമ്പോൾ പലപ്പോഴും ഈവ്ലൈന് എന്ത് തോന്നിയിട്ടുണ്ട്, സംശയം തോന്നിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ആദ്യമായിട്ടൊക്കെ ഇത് ഈ ഈവ്ലൈന് ഒരു സന്തോഷമായിരുന്നു, ഒരു പുതിയൊരു കമ്പനി അല്ലെ, ഫ്രണ്ടിനെ കിട്ടിയ ഒരു സന്തോഷമായിരുന്നു. പിന്നെ ഇവളെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവനെ ഫ്രാങ്കിനെ വളരെ നന്നായി ഇഷ്ടപ്പെടാൻ തുടങ്ങി. മാത്രമല്ല ഇവൻ എന്ത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി, ഇവനൊരു സെയിലർ ആണല്ലോ, ഇവൻ എന്ത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി, ഇവൾക്ക് അറിയാത്ത സ്ഥലങ്ങളിലെ ഓരോ കാര്യങ്ങളും, ഓരോ ഡിസ്റ്റൻസ് ദൂരെയുള്ള സ്ഥലങ്ങളിലെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. മാത്രമല്ല ഇവൻ എന്ത് ചെയ്യുമായിരുന്നത്രേ, അലൻ ലൈൻ എന്ന് പറഞ്ഞ ഒരു ഷിപ്പിൽ വർക്ക് ചെയ്യുമായിരുന്നത്രേ, ലൈക്ക് ഗോയിങ് ഔട്ട് ടു കാനഡ, ആ ഷിപ്പിൽ പുറത്തു പോകുമായിരുന്നത്രേ. ആൻഡ് ഹി വാസ് പെയ്ഡ് എ പൗണ്ട് എ മന്ത്, ഒരു മന്തിൽ £1 ആയിരുന്നു കിട്ടിയിട്ടുണ്ടത്. മാത്രമല്ല ഇദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, ഓരോ ഷിപ്പിന്റെ പേരുകളും അതേപോലെ തന്നെ ഡിഫറെന്റ് ഷിപ്സുകൾ എവിടെയാണ്, ഇതെല്ലാം വളരെ രസകരമായിട്ട് തന്നെ ആർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഈവ്ലൈന് പറഞ്ഞു കൊടുക്കുമായിരുന്നു അത്ര അല്ലെ. ഇവൻ സെറ്റിൽ ആയിരിക്കുന്നത് ബുനിയസ് ഐറസിലാണ്, ബട്ട് ഹാഡ് ടു കം ബാക്ക് ടു അയർലാൻഡ് അല്ലെ. പക്ഷെ എന്താണ്, അയർലാൻഡ് ഒരു ഹോളിഡേക്ക് വേണ്ടി അയർലാൻഡിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ ബന്ധം പോകുമ്പോഴാണ് ഇവളുടെ അച്ഛൻ ഈ ബന്ധം കയ്യോടെ പൊക്കിയത്, കയ്യോടെ പിടിച്ചത്. അപ്പോ തുടരെ പിന്നെ അച്ഛൻ എന്തു പറഞ്ഞു, ഈ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോയി അച്ഛൻ വളരെയേറെ പൂർണ്ണമായി എതിർപ്പ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞത് ഈ സെയിലർ കള്ളന്മാരെയൊക്കെ എനിക്കറിയാം എന്നുള്ള ഒരു വാദമായിരുന്നു ഇവളുടെ അച്ഛനുണ്ടായിരുന്നു. മനസ്സിലായല്ലോ? അങ്ങനെ ഇതിനോടൊക്കെ ശേഷം പിന്നീട് ഇവൾ ഫ്രാങ്കിനെ മീറ്റ് ചെയ്തതൊക്കെ, അതായത് ഫ്രാങ്കിനെ കാണാൻ പോയതൊക്കെ എങ്ങനെയായിരുന്നു, വളരെ രഹസ്യമായിട്ടായിരുന്നു കാണാനൊക്കെ പോയിരുന്നത്. അങ്ങനെ പിന്നീട് ഇവൾ ഈ നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഈവനിങ് അല്ലെ, ഈ വൈകുന്നേര സമയം പതിയെ ഡാർക്കർ ആയി തുടങ്ങി, പതിയെ സന്ധ്യാസമയമായി തുടങ്ങി. അപ്പോഴാണ് അങ്ങനെ നോക്കുമ്പോൾ ഇവളുടെ മടിയിൽ 2 ലെറ്ററുകളാണ് ഉണ്ടായിരുന്നത് അല്ലെ. ഒന്ന് ആർക്ക് അയക്കാൻ, ഒന്ന് ഹാരിക്കും, മറ്റൊന്ന് അവളുടെ ഫാദറിനും അയക്കാനുള്ള 2 കത്തുകളായിരുന്നു അവളുടെ മടിയിൽ ഉണ്ടായിരുന്നത്. ഏർണസ്റ്റ് ആണ് ഇവളുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുജൻ എന്ന് പറയുന്നത്. പക്ഷെ ഹാരിനെയും
ഈവ്ലൈനെ ഇഷ്ടമാണ്. ഓക്കെ, മാത്രമല്ല ഇവളുടെ അച്ഛന് പോകെ പോകെ പ്രായമായിക്കൊണ്ട് വരികയാണ്. ഇവളുടെ അച്ഛൻ തീർച്ചയായിട്ടും ഇവളെ എന്താകും, മിസ് ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് എന്ത് ഈ ഒരു പാരഗ്രാഫ് അവസാനിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ അവസാനത്തിൽ ഇവൾ ആലോചിക്കുന്നുണ്ട്, തന്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് അമ്മയും അച്ഛനും കൂടി ഓരോ തമാശകൾ പറഞ്ഞ് ഞങ്ങൾ മക്കളെ ചിരിപ്പിക്കുന്ന ഒരു സന്ദർഭം കൂടി ഇവിടെ ആലോചിച്ചുകൊണ്ട് ഈ പാരഗ്രാഫ് എന്ത് ചെയ്യുകയാണ്, അവസാനിപ്പിക്കുകയാണ്. 7ാമത്തെയും 8ാമത്തെയും പാരഗ്രാഫ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പിന്നെയാണ് 9 മുതൽ 11 വരെയുള്ള പാരഗ്രാഫുകളെ കുറിച്ച് നമുക്ക് ഇനി നോക്കാം. അങ്ങനെ സമയം മുന്നോട്ട് പോവുകയാണ് അല്ലെ. സമയം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇവൾ എന്ത് ചെയ്തിട്ടില്ല, ഇപ്പോഴും ആ ജനലിന്റെ വിൻഡോന്റെ അരികത്തിൽ നിന്നും ഇവൾ മാറിപ്പോന്നിട്ടില്ല. മനസ്സിലായല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ ഒരു ശബ്ദം കേൾക്കുന്നത്. അതൊരു സ്ട്രീറ്റ് ഓർഗൻ. ഓക്കെ, തെരുവിൽ ഇങ്ങനെ മ്യൂസിക്കൽ ഓർണമെന്റ്സ് ഇങ്ങനെ വായിക്കുന്ന ഒരു ഒച്ചയായിരുന്നു. അത് അവൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നി. ഓക്കെ, അത് അവൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നി. അപ്പോഴാണ് അവൾ ആലോചിക്കുന്നത്, ഇതേപോലെ ഒരു ശബ്ദം മറ്റൊരു സാഹചര്യത്തിൽ അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴാണ്, അവളുടെ അമ്മ പനി പിടിച്ചല്ലേ, സിക്നസ് പിടിച്ചിരിക്കുമ്പോൾ അവൾ ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഇറ്റാലിയൻ സോങ് പാടാൻ വേണ്ടി ഒരാൾ വീട്ടിൽ വന്ന് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാളെ തന്റെ അച്ഛൻ തുരത്തി വിട്ടിട്ടല്ലേ കുറച്ച് പൈസ അവരുടെ കയ്യിൽ കൊടുത്ത് അവരെ പുറത്തു പോകാനായിട്ട് അവരോട് കമാൻഡ് ചെയ്തിരുന്നു. എന്നിട്ട് തിരിച്ച് അച്ഛൻ അമ്മയുടെ റൂമിലോട്ട് വന്നിട്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് അമ്മയുടെ റൂമിലേക്ക് വന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് എന്താ ഈ ഇറ്റാലിയൻ ഇവരെ കൊണ്ട് തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഈ കാര്യമാണ് ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്, എപ്പോഴാണ് ഈ ഒരു പാട്ട് കേട്ട് ഫെമിലിയർ ആയത് എന്ന്. പിന്നീട് അവൾ ആലോചിക്കുന്നത് അവളുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്കിനെ കുറിച്ചാണ്. അതായത് അവളുടെ അമ്മയുടെ അവസാന ശ്വാസം വരെ അവൾ വാക്ക് കൊടുത്ത എന്തിനാണ്, ഈ കുടുംബത്തിനെ തനിക്ക് പറ്റുന്ന സമയം അത്രയും കാലം ഞാൻ ഈ കുടുംബത്തിനെ ഒരുമിച്ച് വെക്കും എന്നതായിരുന്നു ആ വാക്ക്. അങ്ങനെ അവസാനം അവളുടെ അമ്മ മരണക്കിടക്കയിൽ കോൺസ്റ്റന്റ്ലി തുടരെ പറഞ്ഞുകൊണ്ടിരുന്നത് ദരവാം സിറാം എന്ന് പറഞ്ഞ ഒരു വാക്കായിരുന്നു തുടരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ആലോചിച്ചത്. അതിനുശേഷം നമ്മൾ ആലോചിക്കുന്നത് ഫ്രാങ്കിനെ കുറിച്ചാണ്. അതായത് എന്താണ്, അവൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. എനിക്കും ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ച് എനിക്ക് സന്തോഷത്തിന് അർഹയാണ് ഞാൻ, സന്തോഷിക്കാൻ അർഹിക്കുന്നവളാണ് ഞാൻ. സന്തോഷം എനിക്ക് വേണം, അത് ഫ്രാങ്ക് തരും. സന്തോഷം മാത്രമല്ല, സ്നേഹത്തോടു കൂടി ഫ്രാങ്ക് എന്നെ എന്ത് ചെയ്യും, ഏറ്റെടുക്കും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് എനിക്ക് പുറത്തുണ്ട് എന്നുള്ള രീതിക്ക് പിന്നീട് ആര് ചിന്തിച്ച് കൺക്ലൂഡ് ചെയ്യാണ്, ഈവ്ലൈൻ ചിന്തിച്ച് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ 9 മുതൽ 11 വരെ ആ പാരഗ്രാഫ് അവസാനിക്കുന്നത്. ഇനി ഇവിടുന്ന് 12 മുതൽ 15 വരെ നമ്മൾ ആരംഭിക്കുകയാണ്. അങ്ങനെ അവൾ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അങ്ങനെ അവൾ ആ നോർത്ത് വാൾ ചാരി നിന്നുകൊണ്ട് അവൾ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ്. പിന്നീട് അവിടെ ഫ്രാങ്ക് ഉണ്ട്. ഫ്രാങ്ക് അവളുടെ കൈകൾ കോർത്തി പിടിച്ചുകൊണ്ട് കുറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരെങ്ങനെ പോകുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്രാങ്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ ഈവ്ലൈന്റെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ ഈവ്ലൈന്റെ മൈൻഡിൽ കയറില്ല. കാരണം അവൾക്ക് ഇതിനൊന്നും മറുത്തു പറയാൻ ഒരു റിപ്ലൈ അവൾക്ക് ഇല്ലായിരുന്നു. അവൾ ഷീ ഫെൽറ്റ് കോൾഡ്. അവൾ ഭയങ്കര തണുത്തതായും ഭയങ്കര അപ്സെറ്റ് ആയിട്ടൊക്കെ അവൾക്ക് തോന്നി. ഓക്കെ, കാരണം എന്താ, അവളുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അല്ലെ, ഈ കുടുംബത്തിനെ അവസാനം വരെയും ഒത്തുചേർത്തി കൂട്ടിപ്പിടിക്കുമെന്ന് അവളുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അവളുടെ മനസ്സ് ഭയങ്കര അപ്സെറ്റ് ആണ്. അപ്പോൾ ഇവൾ ആലോചിക്കുകയാണ്, ഇതുവരെയല്ലേ എത്തിയിട്ടുള്ളൂ, ഞാൻ പോകണോ, മുന്നോട്ട് പോകണോ, എനിക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം ഇല്ലേ എന്നൊക്കെ ആലോചിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് ഇവിടെ ഈവ്ലൈന്റെ മനസ്സ്. അങ്ങനെ തുടരെ ബെല്ലടിച്ചു. അതായത് എന്താ, അതായത് അവളുടെ ഹൃദയത്തിൽ ഒരു ബെല്ലടിക്കുന്നതോടുകൂടി എന്ത് വരികയാണ്, ബോട്ട് അഥവാ വരികയാണ്. ഇനി അതിലോട്ട് കയറിയാൽ, പിന്നെ അവൾ ചിന്തിക്കുന്നു, അതിലോട്ട് കയറി കഴിഞ്ഞാൽ ഫ്രാങ്കുമായിട്ടുള്ള ഒരു നല്ലൊരു ജീവിതം അവളുടെ മുൻപിലുണ്ട്. പക്ഷേ അവൾ തീർച്ചയായിട്ടും അപ്സെറ്റ് ആയിരിക്കും. എനിക്കിപ്പോൾ തിരിച്ചു പോകാനുള്ള ഒരു അവസരം ഇല്ലേ ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ആ കടലിനെ പോലെ തന്നെ, അവളുടെ മുമ്പിലുള്ള കടലിനെ പോലെ തന്നെ അവളുടെ മനസ്സും തിരകൾ കൊണ്ട് നിറയുകയാണ്, ചാഞ്ചാടുകയാണ്. അവൾ ഭയങ്കര അപ്സെറ്റ് ആണ്. അങ്ങനെ ഇവൾ എന്ത് ചെയ്യുകയാണ്, മുറുമുറുത്തുകൊണ്ടിരിക്കുകയാണ്. വായിൽ ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇവൾ എന്ത് ചെയ്യുകയാണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫ്രാങ്ക് വന്നിട്ട് കം വരൂ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും
കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സങ്കടത്തോടു കൂടി ഈവിളായി നിൽക്കുകയാണ്. എന്നാലും പിന്നെയും രണ്ടാം പ്രാവശ്യം കൂടി ഫ്രാങ്ക് എന്ത് പറഞ്ഞു? കം കം ഈവി കം എന്ന് പറയുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഇവൾ എന്ത് ചെയ്തു? നോ നോ ഐ ഫെൽറ്റ് ഇംപോസിബിൾ. എന്താ? ഇല്ല ഇല്ല, ഞാൻ വരില്ല, എനിക്കിതിന് സാധിക്കില്ല എന്ന് ഈവളൈൻ പറഞ്ഞ് ഈ ഒരു കാര്യത്തിൽ നിന്നും ഈവളൈൻ പിന്മാറുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈവളൈന്റെ അവസാന ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് അല്ലെ. സോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ച് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ജെയിംസ് ജോയ്സിന്റെ. അത് ഇത്തരത്തിലുള്ള സ്റ്റോറീസ് അദ്ദേഹം തന്നതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഇത്രയും വലിയ പദവി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കൊടുക്കാൻ സാധിച്ചത്. ഓക്കെ, സോ ഇതാണ് ഈവിളൈൻ എന്ന് പറഞ്ഞ സ്റ്റോറി. കുറച്ച് ലെങ്തി ആണെന്ന് അറിയാം, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. മാത്രമല്ല ഒരുപാട് ക്വസ്റ്റ്യൻസും എല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ലെസൺ കൂടിയാണ് കേട്ടോ. സോ ഞാൻ ടെക്സ്റ്റ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി നിങ്ങൾക്ക് എന്താകും? ഒന്ന് മനസ്സിലാകും. ഓക്കെ, സോ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.